അങ്ങനെ ആകാംക്ഷകൾക്കൊക്കെ വിരാമമിട്ട് എതിർപ്പുകളൊക്കെ മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. ഇന്ന് രാവിലെ ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് രാഹുൽ സഭയിലെത്തിയത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ അടക്കം എതിർപ്പുകൾ തള്ളിയാണ് രാഹുൽ സഭയിലേക്ക് എത്തിയതെന്നുള്ളതും ഏറെ പ്രസക്തമാണ്. വിവാദങ്ങൾക്ക് ശേഷം പൊതുവേദികളിൽ നിന്ന് വിട്ടുനിന്നിരുന്ന രാഹുൽ സ്വവസതിയിൽ തുടരുകയായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാ സസ്പെൻസുകൾക്കും രാഹുൽ വിരാമമിട്ടു. ഇന്ന് രാവിലെ 9:20-നാണ് രാഹുൽ സഭയിലെത്തിയത്. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് പ്രവേശിച്ചതും. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിനൊപ്പമാണ് രാഹുൽ സഭയിലെത്തിയത്. ഇത് പാർട്ടി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ സ്വീകരിച്ച നിലപാടായും വിലയിരുത്തപ്പെടുന്നു. സഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തലിന് സ്വതന്ത്ര MLA PV അൻവറിന്റെ സീറ്റാണ് ലഭിച്ചത്. സാധാരണയായി പാർട്ടിയുടെ MLA-മാർ പ്രത്യേക ബ്ലോക്കുകളിലാണ് ഇരിക്കാറ്. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ അറിയിച്ചതിനാൽ രാഹുലിന് പ്രത്യേക സീറ്റ് ലഭിക്കുകയായിരുന്നു. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് അതേസമയം അന്വേഷണം പുരോഗമിക്കുകയാണ്. ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം രാജിവെച്ചിരുന്നു. വെറും 12 ദിവസത്തേക്കാണ് ഇത്തവണ നിയമസഭ ചേരുന്നതെങ്കിലും അതിലേറെ ദിവസങ്ങൾ കത്തിക്കാനുള്ള വിഷയങ്ങളുമായാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഇന്നു മുതൽ സഭയിലേക്ക് എത്തുന്നത്.